കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അതാ പഞ്ചാശീതി തമോധ്യായ 85-ാമത്തെ അധ്യായത്തിൽ ഇന്ന് 21-ാമത്തെ ശ്ലോകം മുതലാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. വസുദേവൻ രാമകൃഷ്ണന്മാരുടെ വൈഭവത്തെ വർണ്ണിച്ചപ്പോൾ കൃഷ്ണൻ വസുദേവർക്ക് ജ്ഞാനോപദേശം നൽകി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ മാത്രമല്ല സകല ചരാചര ജീവികളും ബ്രഹ്മസ്വരൂപങ്ങളാണ്. ദേവകി രാമകൃഷ്ണന്മാരോട് പറഞ്ഞു, നിങ്ങൾ സാന്ദീപനി മഹർഷിയുടെ മരിച്ചുപോയ മകനെ കൊണ്ടു കൊടുത്തുവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കംസനാൽ വധിക്കപ്പെട്ട എൻ്റെ 6 മക്കളെയും കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് കേട്ടപ്പോൾ അമ്മയുടെ ആഗ്രഹം സാധിക്കാനായി രാമകൃഷ്ണന്മാർ സുതലത്തിലേക്ക് പോയി. അവിടെ മഹാബലി അവരെ സ്വീകരിച്ച് സ്തുതിക്കുന്നു. ഇത്രയും ഭാഗമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. ആകർണേഥം പിതർവാക്യം ഭഗവാൻ സാത്വദർഷഭഃ പ്രത്യാഹ പ്രശ്രയാനമ്ര പ്രഹസൻ ശ്ലഷ്ണയാ ഗിരാം. ആകർണ്യ ഇത്തം പിതുഃ വാക്യം ഭഗവാൻ സാത്വദർഷഭഃ പ്രത്യ ആഹ പ്രശ്രയ ആനമ്ര പ്രഹസൻ ശ്ലഷ്ണയാ ഗിര. സാത്വദർഷഭ ഭക്തന്മാരുടെ നാഥനായ ഭഗവാൻ കൃഷ്ണൻ ഇത്തം ഇപ്രകാരം പിതുഃ വാക്യം പിതാവിന്റെ വാക്യത്തെ ആകർണ്യ കേട്ടിട്ട് പ്രശ്രയാനമ്ര വിനയം കൊണ്ട് നമസ്കരിച്ചവനായി പ്രഹസൻ ചിരിച്ചുകൊണ്ട് ശ്ലഷ്ണയ മൃദുവായ ഗിര വാക്യങ്ങളെ പ്രത്യാഹ വാക്യങ്ങൾ മറുപടിയായിട്ട് പറഞ്ഞു. അപ്പൊ അങ്ങനെ പിതാവായ വസുദേവന്റെ വാക്യം കേട്ടപ്പോൾ, അതായത് ഇവരെ വർണ്ണിച്ച് ഇവരുടെ മാഹാത്മ്യം അറിഞ്ഞ വസുദേവർ ഇവരുടെ മാഹാത്മ്യങ്ങളെ വർണ്ണിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, ചിരിച്ചുകൊണ്ട് മൃദുസ്വരത്തിൽ പറയുന്നു, മറുപടി പറയുന്നതാണ് ഇനിയുള്ളത്. ആകർണേഥം പിതർവാക്യം ഭഗവാൻ സാത്വദർഷഭ പ്രത്യാഹ പ്രശ്രയാനമ്ര പ്രഹസൻ ശ്ലഷ്ണയാ ഗിര. ശ്ലോകം 22. ശ്രീ ഭഗവാനുവാച വജോ വാ സമവേദാർത്ഥം താദേതത് ഉപമന്മഹേ യന്ന പുത്രാൻ സമുദ്ദിശ്യ തത്വഗ്രാമ ഉദാഹൃത. വജഃ വഹ സമവേദാർത്ഥം താതാ ഏതത് ഉപമന്മഹേ യജ്ഞ പുത്രാൻ സമുദ്ദിശ്യ തത്വഗ്രാമ ഉദാഹൃത. പുത്രന്മാരായ ഞങ്ങളെ സമുദ്ദിശ്യ വിഷയമാക്കിയിട്ട് തത്വഗ്രാമ തത്വസമൂഹം ഉദാഹൃത നിരൂപിക്കപ്പെട്ടു എന്നത് യാതൊന്നോ താതഹേ പിതാവേ വഹ നിങ്ങളുടെ ഏതത് വചഃ ഈ വാക്ക് സമവേദാർത്ഥം അർത്ഥത്തോടു കൂടിയതാണെന്ന് ഉപമന്മഹേ ഞങ്ങൾ വിചാരിക്കുന്നു. കൃഷ്ണൻ പറഞ്ഞാലെയോ, അച്ഛാ അങ്ങ് പറഞ്ഞ വാക്കുകൾ സത്യം തന്നെയാണ്, ഞങ്ങളെക്കുറിച്ച് പറഞ്ഞത് സത്യം തന്നെയാണ്. വജോ വാ സമവേദാർത്ഥം താതയേതത് ഉപമന്മഹേ യന്ന പുത്രാൻ സമുദ്ദിശ്യ തത്തഗ്രാമ ഉദാഹൃതം. ശ്ലോകം 23. അഹം യൂയം അസാവാര്യ ഇമേ ച ദ്വാരകൗകസഃ സർവേപ്യേവം യദു ശ്രേഷ്ഠ വിമൃശ്യ സചരാചരം. അഹം യൂയം അസൗ ആര്യ ഇമേ ച ദ്വാരകൗകസഃ സർവേ അപി ഏവം യദു ശ്രേഷ്ഠ വിമൃശ്യ സചരാചരം. യദു ശ്രേഷ്ഠ യദുക്കൾ വെച്ച് ഉത്തമ. അഹം ഞാനും യൂയം നിങ്ങളും അസൗ ആര്യ ഈ ജ്യേഷ്ഠനും ഇമേ ദ്വാരകൗസ ഈ ദ്വാരകാവാസികളും സചരാചരം ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ള എല്ലാം
സർവേപി എല്ലാവരും ഏവം ഇപ്രകാരം വിമർശിക്കപ്പെടാൻ യോഗ്യരാണ്. അതായത് എല്ലാവരും ബ്രഹ്മസ്വരൂപികളാണ്. അപ്പം ഞങ്ങൾ മാത്രമല്ല, നിങ്ങളും ഇവിടെയുള്ള സകല ചരാചരങ്ങളും, പക്ഷികളും മൃഗങ്ങളും ജന്തുക്കളും വൃക്ഷങ്ങളും എല്ലാം എന്താണ്? ബ്രഹ്മസ്വരൂപികൾ തന്നെയാണ്. അഹംയോയം അസാവാര്യ ഇമേച്ച ദ്വാരകൗകസഹ സർവേപ്യേവം യതു ശ്രേഷ്ഠ വിമൃശ്യ സചരാചരം. ശ്ലോകം 24. ആത്മാഹ്യേക സ്വയം ജ്യോതിർ നിത്യോന്യോ നിർഗുണോ ഗുണൈ ആത്മസൃഷ്ടൈസ്തത്കൃതേഷു ഭൂതേഷു ബഹുധേയതേ. ആത്മാഹി ഏക സ്വയം ജ്യോതിർ. ആത്മാഹി ഏക സ്വയം ജ്യോതിർ. ആത്മാവ് ഒരുവൻ മാത്രമാണ് സ്വയം ജ്യോതി. താനേ പ്രകാശിക്കുന്നവനാണ് ആത്മാവ്. നിത്യഹ നിത്യമാണ്. അന്യഹ നിർഗുണോ ഗുണൈഹി ഗുണസംബന്ധമില്ലാത്തതും നിത്യഹ നാശരഹിതനും ആത്മസൃഷ്ടൈ തന്നാൽ ഉണ്ടാക്കപ്പെട്ട ഗുണൈഹി ഗുണങ്ങളാൽ അന്യനും അതായത് അനിത്യനും തത്ക്രിയേഷു അവയാൽ ഉണ്ടാക്കപ്പെട്ട ഭൂതേഷു ഭൂതങ്ങളിൽ ബഹുത അനേക വിധത്തിൽ ഈയതയെ പ്രാപിക്കപ്പെടുന്നു. അപ്പൊ സർവത്ര വ്യാപിച്ചിരിക്കുന്ന ആത്മാവ് ഏകനാണ്, നിത്യനാണ്, നാശരഹിതനാണ്, സ്വയം പ്രകാശിക്കുന്നവനാണ്. എങ്കിലും ഗുണസംബന്ധ നിമിത്തം നാശമുള്ളവൻ എന്ന പോലെ കാണപ്പെടുന്നു. തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ഭൂതങ്ങളിൽ അതായത് ദേവന്മാരിലും മനുഷ്യരിലും മൃഗങ്ങളിലും എല്ലാം ബഹുരൂപനായി കാണപ്പെടുന്നു. ഉപാധി സംബന്ധ നിമിത്തം ആത്മാവ് അനേകമെന്ന് തോന്നുന്നതല്ലാതെ വാസ്തവത്തിൽ അനേകമില്ല. അപ്പോൾ ഓരോന്നിൽ പ്രവേശിക്കുമ്പോൾ ഇന്നയിൽ ആത്മാവുണ്ട്, ഇന്നയിൽ ആത്മാവുണ്ട് എന്ന് നമ്മൾ പറയും. പക്ഷെ ആത്മാവ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു ആത്മാവേ ഉള്ളൂ. ആകാശം പോലെയാണ് ആത്മാവ്, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആത്മാവാണ്. പിന്നെ ഉപാധി ഭേദം അനുസരിച്ച് ഓരോരിലും അത് വ്യത്യസ്തമായി പ്രകാശിക്കുന്നു എന്ന് മാത്രം. അപ്പൊ അതിന് അനേകത്വമില്ല. ആത്മാഹ്യേക സ്വയം ജ്യോതിർ നിത്യോന്യോ നിർഗുണോ ഗുണൈ ആത്മസൃഷ്ടൈ തത്കൃതേഷു ഭൂതേഷു ബഹുധേയതേ. ശ്ലോകം 25. ഖംവായുർ ജ്യോതിരാപോ ഭൂസ്തത്കൃതേഷു യഥാശയം ആവിസ്ഥിരോ അല്പഭൂര്യേകോ നാനാത്വം യാത്യസാവപി. ഖം വായുഹി ജ്യോതിഹി ആപഹ ഭൂഹു തത് കൃതേഷു യഥാ ആശയം ആവിസ്തരഃ അല്പഭൂരി ഏകഃ നാനാത്വം യാതി അസൗ അപി. ഖം ആകാശം, വായു ജ്യോതി അഗ്നി, ആപ ജലം, ഭൂമി, തത്കൃതേഷു അവയാൽ ചെയ്യപ്പെട്ടവയിൽ യഥാശയ ആശയത്തെ ഉപാധി അനുസരിച്ച്. അപ്പൊ എല്ലാം ഈ പ്രപഞ്ചത്തിലെ സകലത സൃഷ്ടിച്ചിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. അങ്ങനെ പഞ്ചഭൂതങ്ങൾ കൊണ്ട് സൃഷ്ടമായ ജഗത്തിൽ കാണപ്പെടുന്ന ഓരോ ഉപാധിയുടെയും വലിപ്പ ചെറുപ്പത്തെയും മറ്റും അനുസരിച്ച് അവയിൽ വ്യാപിച്ചിരിക്കുന്ന ഏകനായ ആത്മാവ് പ്രത്യക്ഷൻ, അപ്രത്യക്ഷൻ, അല്പൻ, മഹാൻ എന്ന ഭേദ ബുദ്ധിയായി കാണപ്പെടുന്നു, ബഹുവായി കാണപ്പെടുന്നു. പക്ഷെ ആത്മാവിന് നാനാത്വമില്ല. എല്ലാ പേരിലും ഇരിക്കുന്നത് ഒരേ ആത്മാവ് തന്നെയാണ്. ഖം വായു ജ്യോതിരാപോ ഭൂസ്തത്കൃതേഷു യഥാശയം ആവിസ്ഥിരോ അല്പഭൂര്യേകോ നാനാത്വം യാത്യസാവപി. ശ്ലോകം 26. ശ്രീശുകോവാച ഏവം ഭഗവതാ രാജൻ വസുദേവ ഉദാഹൃതം ശുദ്ധ്വാ വിനഷ്ടനാനാധി തുഷ്ണീം പ്രീതമനാഭൂത്. ഏവം ഭഗവതാ രാജൻ രാജാവേ ഭഗവതാ ഏവം ഉദാഹൃത ഇപ്രകാരം ഭഗവാനാൽ പറയപ്പെട്ട വസുദേവൻ ശുദ്ധ്വ കേട്ടിട്ട് വിനിഷ്ടനാനാധി വിശേഷേണ ധരിച്ച നാനാ ബുദ്ധിയോടുകൂടിയവനായിട്ട് പ്രീതമന സന്തുഷ്ടനായ മനസ്സോടുകൂടി തുഷ്ണീം അഭൂത് മിണ്ടാതെയിരുന്നു. ഭഗവാൻ അരുളി ചെയ്ത ഉദാഹരണപൂർവമായ ഉപദേശം കേട്ടപ്പോൾ വസുദേവനുണ്ടായിരുന്ന നാനാബുദ്ധി നശിച്ച് ആത്മാവ് ഏകൻ തന്നെ എന്നുള്ള ബോധമുണ്ടായി സന്തോഷിച്ച് മിണ്ടാതെയിരുന്നു.
ഏവം ഭഗവതാ രാജൻ വസുദേവ ഉദാഹൃത ശുദ്ധ്വാ വിനഷ്ടനാനാദി തുഷ്ണീം പ്രീതമനാഭൂത്. ശ്ലോകം 27. അത തത്ര ഗുരുശ്രേഷ്ഠ ദേവകീ സർവദേവത ശുദ്ധ്വാനീതം ഗുരോ പുത്രം ആത്മജാഭ്യാം സുവിസ്മിതാഹ. അത അനന്തരം തത്ര അവിടെ കുരുശ്രേഷ്ഠ, ഹേ കുരുശ്രേഷ്ഠ, സർവദേവതാ ദേവകി, സർവദേവതാരൂപിണിയായ ദേവകി ദേവി ഗുരോഹോ ഗുരുവിന്റെ പുത്രനെ ആത്മജാഭ്യാം പുത്രന്മാരാൽ ആനീത കൊണ്ടുവരപ്പെട്ടവരായിട്ട് ശുദ്ധ്വ കേട്ടിട്ട് സുവിസ്മിത ഏറ്റവും ആശ്ചര്യപ്പെട്ടവളായി. അപ്പൊ ദേവകി ആലോചിക്കുകയാണ്, ഗുരുവിന്റെ മരിച്ചുപോയ പുത്രരെ ഇവർ വീണ്ടെടുത്ത് കൊണ്ടുകൊടുത്തല്ലോ, അപ്പൊ എനിക്കും എന്റെയും മരിച്ചുപോയ മക്കളെ വീണ്ടെടുത്ത് കൊണ്ടുവരുമായിരിക്കും എന്ന് ആശ്ചര്യപ്പെട്ട് ഗുരുവിന്റെ പുത്രന്മാരെ മരിച്ചുപോയ പുത്രനെ കൊണ്ടുകൊടുത്തപ്പോൾ അത് ആലോചിച്ച് ദേവകി ആശ്ചര്യപ്പെട്ടവളായി. അത തത്ര ഗുരുശ്രേഷ്ഠ ദേവകി സർവദേവത ശുദ്ധ്വാനീതം ഗുരോ പുത്രം ആത്മജാഭ്യാം സുവിസ്മിത. ശ്ലോകം 28. കൃഷ്ണരാമോ സമാശ്രാവ്യ പുത്രാൻ കംസ വിഹിംസിതാൻ സ്മരന്തി കൃപണം പ്രാഹ വൈക്ലവ്യാത് അശ്രുലോചന. കൃഷ്ണരാമോ സമാശ്രാവ്യ പുത്രാൻ കംസ വിഹിംസിതാൻ കംസനാൽ കൊല്ലപ്പെട്ട പുത്രന്മാരെ സ്മരന്തി ഓർക്കുന്നവളായി കൃഷ്ണരാമന്മാരെ സമാശ്രാവ്യ കേൾപ്പിച്ചിട്ട് വൈക്ലവ്യാത് പാരവശ്യം ഹേതുവായിട്ട് അശ്രുലോചന കണ്ണീർ ഒലിക്കുന്ന കണ്ണുകളോട് കൂടിയവളായി കൃപണം ദുഃഖത്തോടുകൂടി പറഞ്ഞു. കംസൻ കൊന്ന തന്റെ 6 പുത്രന്മാരെ കുറിച്ച് ചിന്തിച്ച് ദേവകി കണ്ണീരൊലിപ്പിച്ചു. എന്നിട്ട് കൃഷ്ണനെയും രാമനെയും അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു. കൃഷ്ണരാമോ സമാശ്രാവ്യ പുത്രാൻ കംസ വിഹിംസിതാൻ സ്മരന്തി കൃപണം പ്രാഹ വൈക്ലവ്യാത് അശ്രുലോചന. ദേവകി ഉവാചാം. ശ്ലോകം 29. രാമ പ്രമേയാത്മാൻ കൃഷ്ണ യോഗേശ്വരേശ്വര വേദാഹം വാ വിശ്വസൃജാം ഈശ്വരാവാദിപൂരുഷോ. രാമ അപ്രമേയാത്മൻ നിശ്ചയിക്കപ്പെടാൻ കഴിയാത്ത സ്വരൂപത്തോടു കൂടിയവനെ, അളക്കാൻ പറ്റാത്ത സ്വരൂപത്തോടു കൂടിയ ഹേ രാമ, യോഗേശ്വരേശ്വര യോഗഫലം ദാനം ചെയ്യുന്ന ഈശ്വരന്മാർക്ക് കൂടി ഈശ്വരനായ ഹേ കൃഷ്ണ, വാം നിങ്ങളെ വിശ്വസൃജാം ലോകം സൃഷ്ടിക്കുന്നവരുടെ ആദിപുരുഷന്മാരായ ഈശ്വരന്മാരെന്ന് അഹം ഞാൻ വേദ അറിയുന്നു. അപ്പൊ നിങ്ങള് ലോകം സൃഷ്ടിച്ചവരുടെ നിയന്താക്കന്മാരായ ആദിപുരുഷന്മാരാണെന്ന് ഞാൻ അറിയുന്നു. ദേവകി ഉവാച രാമ പ്രമേയാത്മൻ കൃഷ്ണ യോഗേശ്വരേശ്വര വേദാഹം വാ വിശ്വസൃജാം ഈശ്വരവാദിപൂരുഷവോ. ശ്ലോകം 30. കാലവിധ്വംസ സത്വാനാം രാജ്ഞാം ഉച്ഛാസ്ത്രവർത്തിനാം ഭൂമേർഭാരായമാണാനാം അവതീർണോക്ഷയായ മേ. കാലവിധ്വസ്ത സത്വാനാം കാലത്താൽ നശിപ്പിക്കപ്പെട്ട ബലത്തോടു കൂടിയവരും ശാസ്ത്രവർത്തിനാം ശാസ്ത്രത്തെ അതിക്രമിച്ച് നടക്കുന്നവരും ഭൂമേഹേ ഭാരമാണാനാം ഭൂമിക്ക് ഭാരമെന്ന പോലെ ഇരിക്കുന്നവരുമായ രാജാക്കന്മാരുടെ ക്ഷയായ വധത്തിനായിക്കൊണ്ട് അദ്യ ഇപ്പോൾ മേ എന്നിൽ നിന്ന് അവതീർണവും നിങ്ങൾ അവതരിച്ചവരാണല്ലോ. ശാസ്ത്രമര്യാദയെ അതിക്രമിക്കുന്നവരും കാലത്താൽ ക്ഷയിക്കപ്പെട്ട ബലത്തോടു കൂടിയവരും ഭൂമിക്ക് ഭാരമായിരിക്കുന്നവരുമായ രാജാക്കന്മാരെ വധിക്കാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ എന്നിൽ നിന്ന് അവതരിച്ചത്. കാലാവിധ്വംസ സത്വാനാം രാജ്ഞാമുശാസ്ത്രവർത്തിനാം ഭൂമേർഭാരായമാണാനാം അവതീർണോക്ഷയായ മേ. ശ്ലോകം 31. യസ്യ അംശഭാഗേന വിശ്വോത്പത്തി ലയോദയാഹ ഭവന്തി കില വിശ്വാത്മം തം ത്വാ ആദ്യ ആഹം ഗതിം ഗതാ. തം ത്വാ ആദ്യ ആഹം ഹേ ആദ്യനായുള്ളവനെ യസ്യ അംശഭാഗേന യാതൊരുവന്റെ അംശഭാഗേന
അംശാംശ അംശഭാഗേന, അംശത്തിന്റെ അംശങ്ങളുടെ ഭാഗം കൊണ്ട് ഏതൊരു അങ്ങയുടെ അംശമാകുന്ന പുരുഷൻ, ആ പുരുഷന്റെ അംശമാകുന്ന മായ, ആ മായയുടെ അംശമാകുന്ന ഗുണങ്ങൾ, അതാണ് ആ ഗുണങ്ങളുടെ ഭാഗമായ പരമാണു. അതാണ് അംശ 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 എന്ന് പറയുന്നത്. അംശാംശാംശാംശ ഭാഗേന വിശ്വോത്പത്തി ലയോദയ, വിശ്വത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരം മുതലായവ ഭവന്തികില ഉണ്ടാകുന്നു നിശ്ചയം. വിശ്വാത്മൻ, ഹേ വിശ്വമൂർത്തെ, അഹം ഞാൻ, തം ത്വ ആ നിന്തിരുവടിയെ ഗതിം ഗത അങ്ങയെ ശരണം പ്രാപിക്കുകയാണ് എന്ന് പറയുകയാണ്. അപ്പൊ ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് കാരണഭൂതരായ അങ്ങയെ ഞാൻ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. യസ്യ അംശ അംശ അംശഭാഗേന വിശ്വോത്പത്തി ലയോദയ ഭവന്തികില വിശ്വാത്മൻ തം ത്വ ആദ്യാഹം ഗതിം ഗതാം. ശ്ലോകം 32. ചിരാൻമൃത സുദാദാനേ ഗുരുണാകില ചോദിതൗ ആനിന്യധു പിതൃസ്ഥാനാത് ഗുരവേ ഗുരുദക്ഷിണാം. ചിരാത് മൃതസുതാ ആദാനേ, ചിരാത് മൃതസുതാദാനേ, ചിരകാലമായിട്ട് മരിച്ച പുത്രന്റെ ആദാനത്തിൽ, അതായത് കുറെ കാലം മുമ്പ് മരിച്ചുപോയ പുത്രനെ കൊണ്ടുവന്ന് തരണമെന്ന് ഗുരുവിനാൽ ചോദിതവും പ്രേരിതന്മാരായിട്ട് പിതൃസ്ഥാന യമന്റെ സ്ഥാനത്ത് നിന്ന് യമലോകത്തിൽ ചെന്ന് ഗുരുവിനായിക്കൊണ്ട് ഗുരുദക്ഷിണയായ ആനിന്യധു നിങ്ങൾ രണ്ടുപേർ ആനയിച്ചു. അപ്പൊ ഗുരുവിന്റെ മരിച്ചുപോയ പുത്രനെ നിങ്ങൾ യമലോകത്ത് ചെന്ന് ഗുരുവിനായി കൊണ്ടുകൊടുത്തു. ചിരാൻമൃത സുദാദാനേ ഗുരുണാകില ചോദിതൗ ആനിന്യധു പിതൃസ്ഥാന ഗുരവേ ഗുരുദക്ഷിണാം. ശ്ലോകം 33. തഥാമേ ഗുരുതങ്കാമം യുവാം യോഗേശ്വരേശ്വരൗ ഭോജരാജഹതാൻ പുത്രാൻ കാമയേ ദ്രഷ്ടും ആഹൃതാൻ. തഥാ മേ കുരുതം കാമം യുവാം യോഗേശ്വരേശ്വരൗ, യോഗേശ്വരന്മാർക്കും ഈശ്വരന്മാരായ യുവാൻ നിങ്ങൾ രണ്ടുപേർ, തഥാ അപ്രകാരം മേ എന്റെ കാമം ആഗ്രഹത്തെ കുരുതം ചെയ്യുന്നു. ഭോജരാജഹതാൻ കംസനാൽ ഹനിക്കപ്പെട്ട പുത്രാൻ മക്കളെ ആഹൃതവാൻ കൊണ്ടുവരപ്പെട്ടവരായി ദ്രഷ്ടും കാണാനായിക്കൊണ്ട് കാമയെ കാമിക്കുന്നു. അപ്പൊ നിങ്ങള് യോഗേശ്വരന്മാർക്കും ഈശ്വരനാണ്, നിങ്ങൾ എന്റെ ആഗ്രഹത്തെയും സാധിച്ചു തരണം. കംസൻ വധിച്ച എന്റെ മക്കളെ നിങ്ങൾ കൊണ്ടുവന്ന് തരണം, ഞാനത് കാണാനായി ആഗ്രഹിക്കുന്നു. തഥാമേ കുരുതം കാമം യുവാം യോഗേശ്വരേശ്വരോ ഭോജരാജഹതാൻ പുത്രാൻ കാമയേ ദ്രഷ്ടുമാഹൃതാൻ. ഋഷിർവാച. ശ്ലോകം 34. ഏവം സഞ്ചോദിതൗ മാത്ര രാമകൃഷ്ണശ്ച ഭാരത സുതലം സംവിവിശുദുർ യോഗമായാമുപാശ്രിതൗ. ഭാരത, ഹേ ഭാരതത്തിൽ ജനിച്ചവനെ, പരീക്ഷിത്തെ, ഏവം ഇപ്രകാരം മാതാവിനാൽ സംചോദിതൗ പ്രേരിപ്പിക്കപ്പെട്ട രാമകൃഷ്ണൗച്ച രാമകൃഷ്ണന്മാർ യോഗമായയെ ആശ്രയിച്ച് സുതലത്തെ സംവിവിശുദു സുതലത്തിൽ പ്രവേശിച്ചു. അപ്പൊ സുതലത്തിലാണ് ഈ ദേവകിയുടെ മരിച്ചുപോയ പുത്രന്മാരിയ്ക്കുന്നത്. അങ്ങനെ അവര് സുതലത്തിലേക്ക് പോയി. ഏവം സഞ്ചോദിതൗ മാത്ര രാമകൃഷ്ണശ്ച ഭാരത സുതലം സംവിവിശുദു യോഗമായാമുപാശ്രിതൗ. ശ്ലോകം 35. തസ്മിൻ പ്രവിഷ്ട ഉപലഭ്യ ദൈത്യരാൻ വിശ്വാത്മദൈവം സുതരാമിതാത്മന തദ്ദർശനാഹ്ലാദ പരിപ്ലുതാശയ സദ്യസമുദ്ധായ നനാമസാന്വയ. തസ്മിൻ പ്രവിഷ്ട ഉപലഭ്യ ദൈത്യരാൻ, തസ്മിൻ അതിൽ പ്രവേശിച്ചവരായ വിശ്വാത്മദൈവം സകല ആത്മാക്കൾക്കും ദൈവമായിരിക്കുന്നവനും തഥാ അപ്രകാരം ആത്മനക തനിക്കും സുതരാം ഏറ്റവും ദൈവമായിരിക്കുന്നവരെ ദൈത്യരാൻ മഹാബലി ഉപലഭ്യ കണ്ടിട്ട് തദ്ദർശനാഹ്ലാദ പരിപ്ലുതാശന അവയുടെ ദർശനം ഹേതുവായിട്ട് സന്തോഷിച്ച മനസ്സോടുകൂടി സദ്യ ഉടനെ സമുദ്ധായ എഴുന്നേറ്റിട്ട് സാന്വയ വംശത്തോടുകൂടി നനാമ നമസ്കരിച്ചു. അപ്പോൾ സുതലത്തിൽ പ്രവേശിച്ച ബലരാമനെയും കൃഷ്ണനെയും മഹാബലി കണ്ടു.
സുതലത്തിലാണല്ലോ മഹാബലിയുടെ വാസം. വാമനാവതാര കാലത്ത് സുതലത്തിൽ വസിക്കാനായി പറഞ്ഞു വെച്ചല്ലോ. അപ്പൊ അവിടെ സകല ലോകത്തിന്റെയും വിശേഷിച്ച് തന്റെയും ദൈവമായിരിക്കുന്ന അവരുടെ ദർശന നിമിത്തമുണ്ടായ സന്തോഷത്തിൽ മുങ്ങിയ മനസ്സോടുകൂടി ബലി എന്ത് ചെയ്തു? എഴുന്നേറ്റു പരിവാരങ്ങളോടുകൂടി നമസ്കരിച്ചു. തസ്മിൻ പ്രവിഷ്ടാവുപലഭ്യ ദൈത്യരാട് വിശ്വാത്മദൈവം സുതരാം തഥാത്മന തദ്ദർശനാഹ്ലാദ പരിപ്ലുതാശയ സത്യസമുദ്ധായ നനാമസാന്വയ. ശ്ലോകം 36. തയോ സമാനീയ വരാസനം മുദാ നിവിഷ്ടയോസ്തത്ര മഹാത്മനോത്രയോ ദദാരപാദാ അവനിജ്യസ്തജ്ജലം സവൃന്ദ ആ ബ്രഹ്മ പുനത്യതംബുഹ. തയോഹോ സമാനീയ വരാസനം മുത. തയോഹോ അവർ രണ്ടുപേർക്ക് വരാസനം ശ്രേഷ്ഠമായ ആസനത്തെ മുത സന്തോഷത്തോടുകൂടി സമാനീയ കൊണ്ടുവന്നു കൊടുത്തു. സന്തോഷത്തോടുകൂടി അവർ രണ്ടുപേർക്ക് ഇരിക്കാൻ ശ്രേഷ്ഠമായ സിംഹാസനം കൊണ്ടുവന്നു കൊടുത്തു. തത്ര അതിൽ നിവിഷ്ടയോഹോ അതിലിരുന്ന മഹാത്മനാഹ മഹാത്മാക്കളായ തയോഹോ അവരുടെ പാദങ്ങളെ അവനിജ്യ കഴുകി. ബലി എന്തു ചെയ്തു? അവരെ ഇരിപ്പിടത്തിൽ ഇരുത്തിയിട്ട് അവരുടെ പാദം ബലി കഴുകി. തജ്ജലം ആ ജലത്തെ സവൃന്ദ സമൂഹത്തോടു കൂടിയവനായി ദധാര ധരിച്ചു. കാൽ കഴുകിയ വെള്ളം ശിരസിൽ ധരിച്ചു. എല്ലാ പേർക്കും തളിച്ചും കൊടുത്തു. യതമ്പു യാതൊരു ജലം ആ ബ്രഹ്മാവ് വരെയുള്ള ജഗത്തിനെ പരിശുദ്ധമാക്കുന്നു. അപ്പോൾ ആ പാദത്തിൽ നിന്നൊഴിച്ച ഗംഗാജലമാണ് ബ്രഹ്മാവ് തുടങ്ങിയ സകല ദേവന്മാരെയും ലോകത്തെയും പരിശുദ്ധപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള ആ പാദതീർത്ഥത്തെ ബലി തന്റെ ശിരസിൽ ധരിച്ചു. മറ്റുള്ളവർക്കും അത് തളിച്ചു കൊടുത്തു. തയോ സമാനീയ വരാസനം മുദാ നിവിഷ്ടയോസ്തത്ര മഹാത്മനോത്രയോ ദദാരപാദാവനിജ്യ തജ്ജലം സവൃന്ദ ബ്രഹ്മ പുനഃദംബുഹ. ശ്ലോകം 37. സമർഹയാമാസ സ തൗ വിഭൂതിഭിർ മഹാർഹ വസ്ത്രാഭരണാനുലേപനൈ താംബൂല ദീപാമൃത ഭക്ഷണാദിഭി സ്വഗോത്ര വിത്താത്മ സമർപ്പണേനഃ. സമർഹയാമാസ സഹ തൗ വിഭൂതിഭിഃ മഹാർഹ വസ്ത്ര ആഭരണ അനുലേപനൈ. സഹ അവൻ മഹാബലി മഹാർഹ വസ്ത്രാഭരണ ലേപനോയ് ഏറ്റവും വിലപിടിച്ചുള്ള വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ലേപനങ്ങൾ മുതലായവ വിഭൂതി ഐശ്വര്യം കൊണ്ടും താംബൂലാദി ദീപ അമൃതഭക്ഷണാദി താംബൂലം, ദീപം, അമൃതഭക്ഷണം മുതലായവയെ കൊണ്ടും സ്വഗോത്ര വിത്താത്മ സമർപ്പണേന തന്റെ കുലം, ധനം, ദേഹം ഇവയുടെ സമർപ്പണം കൊണ്ടും അവരെ സമർഹയാമാസ പൂജിച്ചു. അപ്പൊ ബലി വിലപിടിച്ച വസ്ത്ര, ആഭരണം, താംബൂലം, ലേപന ദ്രവ്യം എല്ലാം കൊണ്ട്, പിന്നെ നല്ല അമൃതം പോലുള്ള ഭക്ഷണ പദാർത്ഥം കൊണ്ടും, അതുപോലെ തന്റെ പുത്രമിത്രാദികള്, ധനം, ദേഹം ഇവയെ കൊണ്ടെല്ലാം അവയെല്ലാം അവർക്കായി സമർപ്പിച്ച് അവരെ പൂജിച്ചു. സമർഹയാമാസ സ തൗ വിഭൂതിഭിർ മഹാർഹ വസ്ത്രാഭരണാനുലേപനൈ താംബൂല ദീപ അമൃതഭക്ഷണാദിഭി സ്വഗോത്ര വിത്താത്മ സമർപ്പണേന ച. ശ്ലോകം 38. സ ഇന്ദ്രസേനോ ഭഗവത്പദാംബുജം വിഭ്രന്മുഹു പ്രേമ വിഭിന്നയാധിയ വാചഹാനന്ദ ജലാകുലേക്ഷണ പ്രഹൃഷ്ടരാമോ നൃപ ഗദ്ഗദാക്ഷരം. സഹ ഇന്ദ്രസേനഃ ആ മഹാബലി മുഹു പിന്നെയും പ്രേമ വിഭിന്നയ പ്രേമം കൊണ്ട് ആർദ്രമായ ധിയ ബുദ്ധി കൊണ്ട് ഭഗവത് പാദാംബുജം ഭഗവാന്റെ പാതാരവിന്ദത്തെ വിപ്രൻ ഭരിക്കുന്നവനായി ആനന്ദ ജലാകുലേക്ഷണ ആനന്ദജലത്താൽ ആകുലങ്ങളായ കണ്ണുകളോടുകൂടിയവനായി, അതായത് കണ്ണുനീർ തുള്ളികളോടുകൂടി ആനന്ദബാഷ്പത്തോടുകൂടി നിർഭയ രാജാവേ പ്രകൃഷ്ടരോമ രോമാഞ്ചിതനായി ഗദ്ഗദാക്ഷര ഗദ്ഗദമായ അക്ഷരം കൂടി, അതായത് കണ്ഠത്തിൽ നിന്ന് ശബ്ദം വരുന്നില്ല, ഗദ്ഗദത്തോടുകൂടി പറഞ്ഞു. സ ഇന്ദ്രസേനോ ഭഗവത് പദാംബുജം വിപ്രന്മുഖു പ്രേമ വിഭിന്നയാധിയ ഉവാചഹാനന്ദ ജലാകുലേക്ഷണ പ്രകൃഷ്ടരോമാ നൃപഗദ്ഗദാക്ഷരം. ശ്ലോകം 39. ബലിർവാച നമോനന്ദായ ബൃഹദേ നമ കൃഷ്ണായ വേദസേ സാംഖ്യയോഗപിതാനായ ബ്രഹ്മണേ പരമാത്മനേ. ബലി പറയാണ്, നമോ നമഃ അനന്തായ ബൃഹദേ
ബൃഹദേ ബൃഹത് സ്വരൂപനായ അനന്തായ ആദിശേഷനായിക്കൊണ്ട് നമഃ നമസ്കാരം. നമ കൃഷ്ണായ വേദസേ വേദസേ ജഗത്തിന്റെ നിയന്താവായ കൃഷ്ണായ നമസ്കാരം. നമഃ കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം. സാഖ്യയോഗ വിധാനായ സാഖ്യത്തിന്റെയും യോഗങ്ങളുടെയും വിസ്താരത്തോടുകൂടിയ പരമാത്മനെ പരമാത്മാവായ ബ്രഹ്മണേ ബ്രഹ്മത്തിനായിക്കൊണ്ട് നമഃ നമസ്കാരം. അപ്പൊ ഭൂമിയെ ധരിച്ചുകൊണ്ടിരിക്കുന്ന ആ സംഘർഷണനായിക്കൊണ്ട് നമസ്കാരം. ലോകത്തെ മുഴുവനും കുക്ഷിയിൽ ധരിച്ചുകൊണ്ട് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആനന്ദസ്വരൂപനായ കൃഷ്ണന് നമസ്കാരം. ജ്ഞാനയോഗം, ഭക്തിയോഗം, ധ്യാനയോഗം എന്നീ യോഗങ്ങളാൽ പ്രതിപാദിക്കപ്പെടുന്ന പരമാത്മസ്വരൂപനായ ബ്രഹ്മത്തിനായിക്കൊണ്ട് നമസ്കാരം. അപ്പം ബലി എല്ലാവരെയും നമസ്കരിക്കുകയാണ്. ബലിർവാച നമോനന്ദായ ബൃഹദേ നമ കൃഷ്ണായ വേദസേ സാഖ്യയോഗ വിധാനായ ബ്രഹ്മണേ പരമാത്മനെ. ശ്ലോകം 40. ദർശനം വാം ഹി ഭൂതാനാം ദുഷ്പ്രാപം ചാപ്യദുർലഭം രജസ്തമസ്വഭാവാനാം എന്ന പ്രാപ്തൗ യദർച്ഛയാം. ദർശനം വാം ഹി ഭൂതാനാം ദുഷ്പ്രാപം ച അഭിദുർലഭം. ഭൂതാനം ഭൂതങ്ങൾക്ക് ദുഷ്പ്രാപം പ്രാപിക്കാൻ കഴിയാത്തതാണെങ്കിലും വാം ദർശനം നിങ്ങളുടെ കാഴ്ച അദുർലഭം ദുർലഭമല്ല. അപ്പോ മറ്റുള്ളവർക്ക് യോഗിമാർക്ക് പോലും ഭഗവാനെ ദർശിക്കാൻ പാടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള അങ്ങ് ദുർലഭനാണെങ്കിലും അങ്ങയുടെ കാഴ്ച ദർശനം എനിക്കിന്ന് കിട്ടി. അദുർലഭം അത് അദുർലഭമല്ല. യാതെന്നുകൊണ്ട് രജസ്തമ സ്വഭാവാന രജസ്സും തമസ്സും അധികരിച്ച സ്വഭാവത്തോടുകൂടിയ നഖ ഞങ്ങളുടെ അരികിൽ എതിർച്ചയായി യാദർച്ഛികമായിട്ട് പ്രാപ്തവും അങ്ങ് ഇവിടെ വന്നു. അപ്പോൾ ദുർലഭമായിരിക്കുന്ന അങ്ങയുടെ ആ പാദപങ്കജം കാണാൻ ഇന്ന് ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. അപ്പം ഞങ്ങൾക്ക് ദുർലഭമായ അങ്ങയെ ഞങ്ങൾ രജസ് തമസ് സ്വഭാവക്കാരാണ്. അപ്പം അവർക്ക് സുലഭമാക്കി തീർക്കാനായി അങ്ങിതാ എതിർച്ചയായി ഇവിടെ വന്നിരിക്കുകയാണ്. ദർശനം വാഭിഭൂതാനാം ദുഷ്പ്രാപം ചാപ്യ അദുർലഭം രജസ്തമസ്വഭാവാനാം എന്ന പ്രാപ്തൗ യദർച്ഛയാം. ബാക്കി അടുത്ത ക്ലാസ് പഠിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത് ഹരി ഓം തത്സത് ഹരി ഓം തത്സത്.